സ്വയം പര്യാപ്തവും വികസിതവുമായ ഭാരതം ലക്ഷ്യമാക്കിയുള്ള ജ്ഞാനസഭയിൽ പങ്കാളികളാകാൻ സർവകലാശാല വൈസ് ചാൻസലർമാരും. ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലെ അമൃതായനം ഹാളിൽ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ 200ഓളം വൈസ് ചാൻസലർമാർ പങ്കെടുക്കും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ മാർഗനിർദ്ദേശങ്ങളിലാണ് ജ്ഞാനസഭ, വിദ്യാഭ്യാസ സമ്മേളനവും ചിന്തൻ ബൈഠക്കും നടക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, വിവരങ്ങൾ. രാഖി, വികസിത ഭാരതം ലക്ഷ്യമാക്കിക്കൊണ്ട് കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ടാണ് കൊച്ചിയിൽ ജ്ഞാനസഭ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾ നടന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യ 2 ദിവസങ്ങളിൽ ചിന്തൻ ബൈഠക് ആയിരുന്നു. ചിന്തൻ ബൈഠക്കിൽ വിദ്യാഭ്യാസ വിചക്ഷണരടക്കം വിവിധ മേഖലകളിലെ പ്രമുഖർ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ അവിടെ ചർച്ചകളിൽ പങ്കെടുത്തു. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ആദ്യാവസാനം ഈ യോഗങ്ങളിലും ഒപ്പം തന്നെ സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിലാണ് ഈ ഒരു സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വലിയൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ജ്ഞാനസഭയ്ക്ക് അതിനപ്പുറമുള്ള പിന്തുണ തന്നെയാണ് കേരളത്തിൽ നിന്ന് പോലും ലഭിക്കുന്നത്. ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ 200ഓളം വൈസ് ചാൻസലർമാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200-ലധികം വൈസ് ചാൻസലർമാരായിരിക്കും പങ്കെടുക്കുക. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കൂടുതൽ വൈസ് ചാൻസലർമാർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിനിധികളായുള്ള വൈസ് ചാൻസലർമാരും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഈ ഒരു ജ്ഞാനസഭയ്ക്ക് വൈസ് ചാൻസലർമാർ എത്താതിരിക്കാനുള്ള തകൃതിയായ നീക്കങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു, പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തു. അതിനെല്ലാം മറികടന്നുകൊണ്ട് 4 വൈസ് ചാൻസലർമാർ ഇന്നലെ നടന്ന സെമിനാറിൽ പങ്കെടുക്കാനെത്തി. ഈ ഒരു ജ്ഞാനസഭയുടെ ഭാഗമായി അമൃത ആശുപത്രിയിൽ നടത്തിയ ഈ ഒരു സമ്മേളനത്തിലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സെമിനാറിലായിരുന്നു 4 വൈസ് ചാൻസലർമാർ, കാലിക്കറ്റ് വൈസ് ചാൻസലറും ഒപ്പം തന്നെ കേരള വൈസ് ചാൻസലറും കുഫോസ് വൈസ് ചാൻസലറും എല്ലാം തന്നെ പങ്കെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് 200ഓളം വൈസ് ചാൻസലർമാർ പങ്കെടുത്തുകൊണ്ടുള്ള വിശദമായ ഒരു സംവാദം, ചർച്ചകൾ എല്ലാം തന്നെ നടക്കുന്നത്. എങ്ങനെ വികസിത ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്, ഒപ്പം തന്നെ ഭാരതീയതയിൽ ഊന്നിയ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് എന്നത് തന്നെയാണ് പ്രധാനമായും ഈ ഒരു ജ്ഞാനസഭ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ഇന്നലെ 1000ഓളം അധ്യാപകരായിരുന്നു, വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിക്കുന്ന പ്രിൻസിപ്പൽമാരായ ആളുകളടക്കമുള്ള അധ്യാപകർ, ഏറെക്കാലം അധ്യാപന രംഗത്ത് പരിചയമുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ ഈ ഒരു ജ്ഞാനസഭയുടെ ഭാഗമായി മാറിയിരുന്നു. ഒപ്പം തന്നെയാണ് വൈസ് ചാൻസലർമാർ അവിടെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങളും ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ട അഭിപ്രായ സ്വരൂപണത്തിലും എല്ലാം തന്നെ അവർ പങ്കെടുക്കുകയും ചെയ്തത്. ഇതിൽ പങ്കെടുത്തുകൊണ്ട് സമസ്ത ലോകത്തിൻ്റെയും ഏകതയാണ് ഭാരതം ലക്ഷ്യമാക്കുന്നത് എന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അവിടെ കൂടിയ വിദ്യാഭ്യാസ വിചക്ഷണരടക്കമുള്ള ആളുകളോടായി പറഞ്ഞു. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഭാരതം മുന്നോട്ടുള്ള കുതിപ്പിലാണ്. ആ കുതിപ്പിൽ, ആ പ്രയാണത്തിൽ ഓരോരുത്തരും അതിൻ്റെ ഭാഗഭാക്കായി മാറുകയാണ് വേണ്ടത്. ഒപ്പം തന്നെ സനാതന ധർമ്മത്തിൻ്റെ വികാസത്തിന് ഭാരതത്തിൻ്റെ വളർച്ച അനിവാര്യമാണ്. സനാതന ധർമ്മത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് അത് ഭാരതത്തിൻ്റെ വളർച്ചയെ അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യമാണ് ചില ഉദാഹരണങ്ങൾ സഹിതം തന്നെ ഇന്നലെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളിലും എല്ലാം തന്നെ ഈ ഭാരതീയതയിൽ ഊന്നിയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുകയും അത് വിളിച്ചോതുകയും ചെയ്തിരുന്നു. ഒപ്പം ഭാരതം എന്ന് തന്നെ പറയണം, ഇന്ത്യ എന്നല്ല പറയേണ്ടത്, ഭാരതം എന്ന വാക്ക് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന കാര്യം അദ്ദേഹം ഇന്നലെ കൃത്യമായി തന്നെ പറയുന്നു. രാജ്യത്തിൻ്റെ പേര് പറയുമ്പോൾ ഭാരതം എന്ന് തന്നെ പറയണം. അത് രാജ്യത്തിൻ്റെ അടയാളമാണ് പേര്, ഓരോ രാജ്യത്തിൻ്റെയും അടയാളമാണ് പേര്. അപ്പോൾ ഭാരതം, അഭിമാനപൂരിതമായ ആ ഭാരതത്തിൻ്റെ പേര് പറയാൻ തയ്യാറാകണമെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തിനാണ്. ആ വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ഈ ഭാരതത്തിലാകുമ്പോൾ അത് ഭാരതീയതയെ അടിസ്ഥാനമാക്കിയുള്ള വികാസമാകണം എന്ന കാര്യം പറയുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായി മുന്നോട്ടുള്ള കുതിപ്പിൽ ഭാരതം ഇനിയുമേറെ മുന്നോട്ട് പോകുമെന്ന കാര്യം തന്നെയായിരുന്നു സർസംഘചാലക് ചൂണ്ടിക്കാണിച്ചത്. ഗവർണർ അടക്കമുള്ള ആളുകൾ, ഈ ഒരു രാജേന്ദ്ര അർലേക്കർ അടക്കമുള്ള ആളുകൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ 4 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് സമാപനം കുറിക്കുക കൂടി ചെയ്യുകയാണ്. രാജ്യം ആകെ വലിയ തോതിൽ ശ്രദ്ധിച്ചതായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനസഭയും അതിൻ്റെ ഭാഗമായി നടന്ന ചിന്തൻ ബൈഠക്കും. ഏറ്റവും ഒടുവിൽ 2 ദിവസങ്ങളിലായി ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സമ്മേളനങ്ങളും. ഇന്ന് രാവിലെ 10:30 സമ്മേളനം ആരംഭിക്കും. രാവിലെ ഉദ്ഘാടന സഭ, ഒപ്പം തന്നെ വൈകിട്ട് 4:30 സമാപന സമ്മേളനവും നടക്കും.
സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇവിടെയും ഈ ഒരു സമ്മേളനത്തിന്റെ പൊതുസഭകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വയം പര്യാപ്തവും വികസിത ഭാരതവും എന്ന ലക്ഷ്യത്തിലൂന്നി ജ്ഞാനസഭയിൽ പങ്കാളികളാകാൻ സർവകലാശാല വൈസ് ചാൻസലർമാരും ഉണ്ട് എന്നുള്ളതാണ്. ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലെ അമൃതായനം ഹാളിൽ വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ ഇന്ന് ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ 200ഓളം വൈസ് ചാൻസലർമാരാണ് പങ്കെടുക്കുക. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.